നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ പെർഫെക്റ്റ് ആണോ? ആൻഡ്രോയിഡ് മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്കിത് മൊബൈലിൻ്റെ അകത്ത് നിന്ന് തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് മൊബൈലിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റുള്ള മൊബൈലിൻ്റെ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുമുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ റിയൽമിയുടെ മൊബൈലാണ് എടുത്തിട്ടുള്ളത്. ഇതിലെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഡയൽ പാഡ് ഓപ്പൺ ചെയ്യാം. ഇവിടെ കീപാഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക *899#. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ടെസ്റ്റ് അതുപോലെ തന്നെ മാനുവൽ ടെസ്റ്റ് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. മാനുവൽ ടെസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെയാണ് കാണിക്കുക. മുകളിൽ കാറ്റഗറി ബേസിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. സ്ക്രീൻ ടെസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളേഴ്സ് അതുപോലെ തന്നെ സ്ക്രീൻ സംബന്ധമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇനി ബാക്ക് വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ സെൻസറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട്. അതൊക്കെ നമുക്ക് ക്യാമറ അതുപോലെ തന്നെ മൈക്രോഫോൺ അതുപോലെ തന്നെ സൗണ്ട് എല്ലാം നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് സാംസങ്ങിൻ്റെ മൊബൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ സാംസങ്ങിൻ്റെ മൊബൈൽ എടുത്തിട്ടുണ്ട്. ഡയൽ പാഡ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് *0*# എന്നാണ്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, അത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊന്നും എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ടെസ്റ്റ് ഇല്ല, മാനുവൽ ആയിട്ടുള്ള ടെസ്റ്റാണ്. സെൻസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു, കണ്ടോ കൃത്യമായിട്ട് അത് വർക്ക് ആകുന്നുണ്ട്. ഏത് കാര്യങ്ങളും ക്യാമറ അതുപോലെ തന്നെ മൈക്രോഫോൺ അതുപോലെ തന്നെ നിങ്ങളുടെ ടച്ച് സ്ക്രീൻ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ രണ്ട് മൊബൈലിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് സാംസങ് അതുപോലെ തന്നെ റിയൽമി. ഇതിലെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇതൊന്നുമല്ല, വേറെ ഏതെങ്കിലും ബ്രാൻഡ് മൊബൈലാണെങ്കിൽ അതിലുള്ള കോഡ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. ഈ രൂപത്തിൽ നിങ്ങളുടെ ബ്രാൻഡ് ഏത് മൊബൈലാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ രൂപത്തിൽ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മുടെ മൊബൈലിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ തന്നെ ചിലപ്പോൾ നിലത്ത് വീണ് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് ആ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thanks for watching. Bye-bye.